നമസ്കാരം. നമ്മുടെ താലിബാൻ വീണ്ടും വിസ്മയമായിക്കൊണ്ടിരിക്കുകയാണ്. താലിബാൻ വിസ്മയമാകുന്ന ഒരു വാർത്താ പ്രാധാന്യമുള്ളൊരു വിഷയമേ അല്ല. കാര്യം താലിബാൻ നിത്യവിസ്മയമാണെന്നാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം പത്രം പണ്ടേ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവരുടെ ഓരോ വിസ്മയങ്ങൾ, അതായത് 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക്, 10 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല തുടങ്ങിയ വളരെ മനോഹരമായ നിയമങ്ങൾ ആ നാട്ടിൽ കൊണ്ടുവന്ന്, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് അവർ എന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും വിസ്മയങ്ങൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും പുതിയ വിസ്മയം അടിമത്വം തുടങ്ങിയ മനോഹരമായ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ആചാരങ്ങൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് അതിന് നിയമസാധുത നൽകി എന്നുള്ളതാണ് അവരുടെ പുതിയ വിസ്മയം. അപ്പോൾ ആ വിസ്മയമല്ല വാർത്ത. അപ്പോൾ ഈ ഇതിൻ്റെ വാർത്ത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വിശകലനം ചെയ്യേണ്ട വസ്തുത എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആമുഖമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ താലിബാനെക്കുറിച്ച് അതിനെ വിമർശിച്ചോ എന്തെങ്കിലും പറയുമ്പോൾ കുറേ താലിബാനി സ്നേഹികളുണ്ട് ഇവിടെ. അവരുടെ അഭിപ്രായം ഇപ്പോൾ വരിക, ഇന്ത്യ താലിബാനിലെ താലിബാൻ്റെ പരമോന്നത നേതാവ് ഹുക്കും സാദയും അയാളുടെ പ്രതിനിധികളെയും ഒക്കെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. RSSകാരുമായിട്ട് താലിബാൻ ചർച്ച നടത്തി. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും രാജ്യം ഭരിക്കുന്ന ആളുകൾക്കും തന്ത്രപരമായിട്ടുള്ള ചില സഖ്യങ്ങൾ വേണ്ടിവരും. ഉദാഹരണം BJPയുടെ കാര്യം തന്നെ പറയാം. പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ BJPയുടെ കാര്യം തന്നെ പറയാം. ആർട്ടിക്കിൾ 370 എടുത്തു കളയുവാനായിട്ട് ഒരിക്കലും BJPയുമായി സഖ്യത്തിൽ, അല്ലെങ്കിൽ രാജ്യസ്നേഹികളായ ഒരു രാഷ്ട്രീയ കക്ഷിയും യാതൊരു തരത്തിലും സഖ്യത്തിൽ ഏർപ്പെടുവാൻ പാടില്ലാത്ത PDPയുമായിട്ട് സഖ്യം ചേർന്നാണ് ആർട്ടിക്കിൾ 370 എടുത്തു കളയുകയും കശ്മീരിനെ ജിഹാദികളുടെ പിടിയിൽ നിന്ന് ഏറെക്കുറെ സ്വതന്ത്രമാക്കുകയും ചെയ്ത് BJP ഒരു വിധത്തിൽ അവിടെ ഒരു ശുദ്ധികലശം നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സഖ്യം മാത്രമായിട്ട് താലിബാനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു നയതന്ത്ര ആവശ്യത്തിനായിട്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ബന്ധത്തിന് വേണ്ടി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കരാറിന് വേണ്ടി സിറിയയിലേക്ക് പോകുന്നു എന്ന് കരുതുക. ഇവിടെ ഉള്ളവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിറിയയിൽ പോകാമെങ്കിൽ കുണ്ടന്നൂർ ഫക്രുദ്ദീൻ എന്തുകൊണ്ട് വിസയൊന്നുമില്ലാതെ നുഴഞ്ഞു കയറി സിറിയയിൽ പോയി ISISന്റെ ക്യാമ്പിൽ പരിശീലനത്തിന് പങ്കെടുത്തുകൂടാ? ഇതാണ് ന്യായം. ഈ ന്യായത്തിന് മറുന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനസ്സിലാവും, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇനി വാർത്തയിലേക്ക് തിരിച്ചു വരാം, വാർത്തയുടെ വിശകലനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ താലിബാൻ പുതിയ അടിമത്വം ഉൾപ്പെടെയുള്ള 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമങ്ങൾക്ക് നിയമസാധുത നൽകുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുകയാണ്. അടിമത്വം, അതായത് അടിമകളുടെ ഉടമകൾക്ക് അടിമകളെ തല്ലുവാനും ശിക്ഷിക്കുവാനുമുള്ള അവകാശങ്ങൾ നൽകപ്പെട്ടു. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അടിമകളെയോ അല്ലെങ്കിൽ ഭാര്യമാരെയോ ഉടമകളോ ഭർത്താക്കന്മാരോ യഥാക്രമം അടിക്കുകയാണെങ്കിൽ, എല്ലൊടിഞ്ഞാലോ തൊലിപ്പുറത്ത് പൊട്ടലുണ്ടായാലോ ഈ മർദ്ദിച്ചവർക്ക് 15 ദിവസത്തെ ജയിൽ ശിക്ഷ നൽകും. എല്ലൊടിഞ്ഞില്ല, തൊലിപ്പുറത്ത് പൊട്ടലില്ല, അങ്ങനെയാണെങ്കിൽ യാതൊരു ശിക്ഷയും ഉണ്ടാവില്ല. അതവരുടെ അവകാശമാണ്. കാരണം അടിമകളെയും ഭാര്യമാരെയും മർദ്ദിക്കാം. ഇത് ഒരു നിയമം. ഏറ്റവും രസകരമായ നിയമം, ഏറ്റവും പ്രാധാന്യമുള്ള നിയമം, ഏതൊരു ക്രിമിനൽ കുറ്റത്തിനും, അതായത് ഏതൊരു കുറ്റകൃത്യത്തിനും 3-4 വിഭാഗമായിട്ട് തിരിച്ച് ശിക്ഷ നിർണ്ണയിക്കൂ. അതായത് മതപണ്ഡിതന്മാർ, മുല്ലമാർ, അവരെന്ത് കുറ്റം ചെയ്താലും അവരെ ഉപദേശിച്ചങ്ങ് വിടും. തമാശയായിട്ട് പറയുന്നതല്ല, അവർക്ക് ഉപദേശം നൽകി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, മോശമല്ലേ ഇതൊക്കെ എന്ന് ഉപദേശം നൽകി അങ്ങ് വിടും. താഴേക്കുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ വിഭാഗത്തിൻ്റെ ഔന്നത്യമനുസരിച്ച്, അതായത് നിയമം നിശ്ചയിക്കുന്ന ഔന്നത്യമനുസരിച്ച്, ജാതി വ്യവസ്ഥ തന്നെ, ആ ജാതി വ്യവസ്ഥയുടെ ഔന്നത്യമനുസരിച്ച് ശിക്ഷയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള താലിബാനികൾക്ക് കല്ലെറിഞ്ഞുകൊല്ലൽ, ചവിട്ടിക്കൂട്ടൽ, തൂക്കിക്കൊല്ലൽ, വെടിവെച്ചു കൊല്ലൽ തുടങ്ങിയ മനോഹരമായ ശിക്ഷാ നടപടികൾ നടപ്പാക്കും. അപ്പോൾ ഇതിൽ പറയുവാൻ വന്നത്, താലിബാൻ ഇതൊക്കെ ഈ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമങ്ങൾ കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാനെ വീണ്ടും ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മനോവിഷമമല്ല പറയുവാൻ വന്നത്. ഈ വിശകലനത്തിൻ്റെ ഒരു അടിസ്ഥാനവും അതല്ല. വിശകലനത്തിൻ്റെ അടിസ്ഥാനം കുറേ കാലമായിട്ട് നമ്മുടെ താലിബാൻ വിസ്മയമാണ് എന്ന്
വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലുണ്ട്, ഇസ്ലാമിക സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ എല്ലാം പ്രഖ്യാപിത നയം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്യന്തികമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദിൻ്റെ, അതാണ് ഭാരതത്തിലെ അവരുടെ പേര്, പ്രഖ്യാപിത ലക്ഷ്യം. ആ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുമ്പോൾ ആത്യന്തികമായി നടപ്പാക്കുവാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രാകൃതമായ നിയമങ്ങളാണ്. ഇസ്ലാമിക നിയമങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം താലിബാനികളോ അല്ലെങ്കിൽ താലിബാനെ സ്നേഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഭരണം താലിബാൻ പോലുള്ള ആളുകൾ ഭരിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതാണ് സമ്മതിക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിച്ച് അവരുടെ ആശയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾക്കിടെ അവരത് തുറന്ന് സമ്മതിക്കണമെന്നില്ല. പക്ഷേ ആത്യന്തികമായി അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് അത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭാരതത്തിലേക്കും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹവും ലക്ഷ്യവും ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ക്ഷമിക്കണം. ഇനി ഇവർക്കൊക്കെ ഊർജം നൽകുന്നത് എന്താണ്? ഒരു വിഭാഗമുണ്ട്, മതവിഭാഗം. ഇവരൊക്കെ നമ്മുടെ ആളുകളല്ലേ എന്ന് കരുതി ഇവർക്കൊക്കെ നിശബ്ദമായും ചിലപ്പോഴൊക്കെ പ്രത്യക്ഷമായും തന്നെ പിന്തുണ നൽകുന്ന വലിയൊരു മതവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവരെയും നമുക്ക് തൽക്കാലത്തേക്ക് അവരോടും ക്ഷമിക്കാം. നമ്മുടെ ഗായകൻ വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പോലെ അവരെ ഒരു നിമിഷത്തേക്ക് ക്ഷമിച്ച് മാറ്റി നിർത്താം. ഇവരെക്കാളും ഒക്കെ അപകടകരമായിട്ടുള്ളത് കുറേ നിഷ്കളങ്ക ജീവനുകളുണ്ട് ഇവിടെ. അതായത് എന്തെങ്കിലും ഒരു ക്രൂരമായ കുറ്റകൃത്യം, ഉദാഹരണത്തിന് ഗോവിന്ദചാമി സൗമ്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്തയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ വന്നപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്കിവിടെയൊക്കെ സൗദിയിലെ നിയമം വേണം, അത് വെട്ടിക്കളയണം, ഇത് വെട്ടിക്കളയണം, കൈ വെട്ടിക്കളയണം, തല വെട്ടിക്കളയണം. ഇത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രാകൃത നിയമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം, നിഷ്കളങ്കരായ ഒരു വിഭാഗം, അത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, BJP-യിൽ പോലും ഇത്തരത്തിലുള്ള ആശയങ്ങളെ ചിലപ്പോഴെങ്കിലും വൈകാരികമായി മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുണ്ട്. വളരെ പ്രമുഖരും വളരെ ശുദ്ധരും സംശുദ്ധരുമായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമങ്ങളുടെ ഉള്ളുകള്ളികൾ ഇവരാരും പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. ഉദാഹരണം പറയാം, ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന സൗദി പോലുള്ള രാഷ്ട്രങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് 200 അടി ശിക്ഷയായി വിധിക്കുകയും ബലാത്സംഗം ചെയ്ത വ്യക്തിക്ക് ഇതുപോലെ ഉപദേശമോ മറ്റോ എന്തോ നൽകി പറഞ്ഞു വിടുകയും ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു നിയമങ്ങളാണോ ഇവിടെ കൊണ്ടുവരണമെന്ന് നാം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, നിഷ്കളങ്കമായെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നത്? അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ആത്യന്തികമായി ഇത്തരത്തിലുള്ള പ്രാകൃത നിയമങ്ങൾ ഒരു സമൂഹത്തെ എന്തിലേക്ക്, ഏതൊരു തരത്തിലുള്ള അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് അല്ലെങ്കിൽ നിശബ്ദമായി ഇതെല്ലാം സഹിക്കുവാനുള്ളൊരു മനോനിലയിലേക്ക്, എല്ലാം മരവിച്ചൊരവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ അയൽ രാജ്യമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ അയൽ പ്രദേശമെന്ന് പറയാവുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നാം പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഒരു വിസ്മയം തന്നെയാണ്. ഇത്തരത്തിലുള്ള വിസ്മയകരമായ തിരിച്ചറിവുകൾ ഓരോ ദിവസവും നമ്മുടെ കൺമുൻപിൽ പ്രവർത്തിച്ച് കാണിച്ച് ആ തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നതിന് നാം അവരോട് നന്ദി പ്രകടിപ്പിച്ചേ മതിയാകൂ. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.